السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى جميع الأنبياء والمرسلين، والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد أشرف الأغراب والعجم، محمد خير من يمشي على قدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك وسلم عليه. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദ് അവറുകൾ, മറ്റു നേതാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, എന്തുകൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. ലോകവും സൃഷ്ടിക്കാൻ കാരണദൂതരായ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായത് ഒരു ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം എന്നത് ലോകത്തിന് അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവർക്കും അനുഗ്രഹമായി കൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജീവികൾക്കും എല്ലാം നബി തങ്ങൾ അനുഗ്രഹമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഓരോ ഭാഗമെടുത്തു നോക്കിയാലും എല്ലാം മുഅ്മിനീങ്ങൾക്ക് അത് മാതൃകയാക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതിർന്നവരോട് എങ്ങനെ നീങ്ങണം, ചെറിയ മക്കളോട് എങ്ങനെ നീങ്ങണം, സ്ത്രീകളോട് എങ്ങനെ നീങ്ങണം, മറ്റു ജീവികളോട് എങ്ങനെ നീങ്ങണം, എല്ലാ വഴികളും നോക്കിയാലും ആ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമുക്ക് കാണാനുള്ളത്. പെൺമക്കളുള്ള ആളുകളോട്, ആൺമക്കളും പെൺമക്കളുമുള്ളവരോട് ആദ്യമായി മക്കൾക്ക് ഡ്രസ് എടുക്കുമ്പോൾ ആടെ പെൺകുട്ടികളെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെ മക്കൾക്ക് എന്തെങ്കിലും പലഹാരം അവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ, മിഠായി കൊടുക്കുന്ന സമയത്ത്, അതുപോലെ മധുര പലഹാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആദ്യമായി പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
സ്ത്രീകൾക്ക് പരിഹാരം നൽകിയത്, സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാതാവും ആ മാതാവിനോട് എങ്ങനെ നീങ്ങണമെന്നും ആദ്യമായി ഞാൻ ഗുണം ചെയ്യേണ്ടത് നിന്റെ ഉമ്മക്കാണെന്നും വീണ്ടും പറഞ്ഞത് നിന്റെ ഉമ്മയോടാണെന്നും 3 തവണ ആവർത്തിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്, അവിടെ പരിഹരിച്ചിട്ടുള്ളത്, ഉപ്പയെയും ഉമ്മയും വെച്ച് നോക്കുമ്പോൾ ആദ്യ പരിഗണന ഉമ്മക്ക് കൊടുക്കണമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്കുള്ള പരിഗണന, അവർക്കുള്ള ആദരവ്, അവർക്കുള്ള ബഹുമാനം എല്ലാം വകവെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പൂജാതനായി വരുമ്പോൾ, പ്രവാചകനായി വരുന്ന കാലത്ത് സ്ത്രീ എന്ന ഒരു പറന്നു വീണ പെൺകുട്ടിയായതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്താണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. ആ സ്ത്രീയായതിന്റെ പേരിൽ അവരെ കൊല്ലരുതെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടെ സ്ത്രീകൾ അവഗണിക്കുന്നതാണ് ഇസ്ലാം, സ്ത്രീകളെ രണ്ടാം വേലക്കാരായി കാണുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നവരോട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ആയത്തിൽ അവർ പഠനം നടത്തണം, അതുമായി ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടണമെന്നാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ നോക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പഠിപ്പിക്കുമ്പോൾ, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റിയ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നവനെ പോലും അവരോട് സൗമ്യമായി പെരുമാറിയ